പെണ്ണുങ്ങൾക്ക് വീട്ടിൽ എന്ത് പീഡനം ഉണ്ടായാലും ഇപ്പൊ തന്നെ ആത്മഹത്യ ഒരു ജഡ്ജി തന്നെ ചെയ്തിട്ടുണ്ട്. എന്ത് പീഡനം ഉണ്ടായാലും അവർക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുത്ത് ഒരു FIR എഴുതാനുള്ള വ്യവസ്ഥ ഇന്നുണ്ടോ? അതിനെനിക്ക് ഉത്തരം തരണം. ഒരു നിയമമെങ്കിലും അവർക്ക് ഒരു FIR എഴുതാൻ ഉണ്ടോ? ഒരു പുരുഷനെയാണ് വീട്ടിലിട്ട് പീഡിപ്പിക്കുന്ന അങ്ങേയറ്റം പീഡനം. എൻ്റെ റിസർച്ച് ടോപ്പിക് തന്നെ ക്രൂവൽറ്റി എഗൻസ്റ്റ് ഹസ്ബൻഡ്സ് നീഡ് ഫോർ ജനറൽ ന്യൂട്രലോ. അപ്പോൾ അതിൽ ഞാൻ ഇന്ത്യ ഒട്ടുക്കെ പഠനം നടത്തിയതാണ്. ഇഷ്ടം പോലെ പുരുഷന്മാരാണ് അങ്ങേയറ്റം പീഡനം. ഒരു നിയമം പറഞ്ഞു തന്നെ പുരുഷന് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടാൽ ഒരു FIR എഴുതാൻ ഒരു നിയമം ഉണ്ടോ? അപ്പൊ സ്ത്രീ മനുഷ്യനല്ലേ? അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് പൊസിഷനിൽ നിൽക്കുന്ന പുരുഷന്മാരും ഉണ്ടെന്നേ. നിങ്ങളുടെ വേഷം മാറിയാൽ മാത്രമേ രാത്രി പോയി നിൽക്കുമ്പോ പ്രശ്നമുള്ളൂ. വെറുതെ ഒരു പുരുഷനായിട്ട് പോയി നിൽക്കുമ്പോ പ്രശ്നമില്ല. ഒരു സ്ത്രീ എന്ത് വേഷം ധരിച്ചു പോയി നിന്നാലും ചോദിക്കും. അതിനെയാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് മനസ്സിലാകാത്ത പ്രശ്നമാണ്. സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള അല്ലെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമത്തിന്റെ മിസ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പരിശോധിച്ച് അതെന്താണ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ബാധ്യത പോലീസിന് തന്നെയാണ്. അപ്പം പലരും അവരുടെ കാര്യസാധ്യത്തിനായിട്ട് കള്ള കേസുകളുമായിട്ട് വരും. ഇപ്പൊ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു 4600 കേസുകൾ വന്നതില് 4008 എണ്ണം വെറുതെ വിട്ടു, അല്ലെങ്കിൽ അത് ഫാൾസ് ആയിരുന്നു പറയുന്നു. വെറുതെ വിടുന്ന മുഴുവൻ കേസുകളും ഫാൾസ് അല്ല. പല കാരണങ്ങളാൽ കേസുകൾ വെറുതെ വിടാം. കാരണം ഒന്നുകിൽ അതിൽ സാക്ഷികൾ കാണില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സാക്ഷികൾ ഹോസ്റ്റൈൽ ആവാം, എവിഡൻസ് ഉണ്ടാവുകയില്ല, അന്വേഷണം വീക്കായിരിക്കാം, പാർട്ടികൾ പുറത്തു വെച്ച് സെറ്റിൽ ചെയ്യാം, കോംപ്രമൈസ് ആവാം. ഉള്ളതെല്ലാം മക്കിറ്റലിന്റെ കണക്കിലാണ് വരുന്നത്. ഒന്നും ഫാൾസ് അല്ല. അതായത് നമ്മൾ ഈ പോസ്കോ കേസിൽ വെറുതെ വിടുന്നതിന്റെ ഒരു പ്രധാന വിഷയം നേരത്തെ നിങ്ങളിൽ ആരോ പറഞ്ഞു വീടുകളിലാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. വീടുകൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടി ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ഹോസ്റ്റൽ ആവാനായിട്ട്. അതാണ് പോക്സോ കേസിൽ പ്രതികളെ പ്രധാനമായും വെറുതെ വിടേണ്ടത്. പോക്സോ കേസ് ഡീൽ ചെയ്ത ജഡ്ജിമാര് തന്നെ പറയണത് കുട്ടികൾക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അമ്മ തന്നെ പറയണം. അപ്പൊ അച്ഛനാണ് റേപ്പ് ചെയ്തെങ്കിൽ അമ്മ പറയണം. അച്ഛനാണ് കൊച്ചിനെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെ പറയാണ് അച്ഛൻ ജയിലിൽ പോവും. അല്ലെങ്കിൽ ആങ്ങളെയാണ് ഈ കുട്ടീനെ ചെയ്തതെങ്കിൽ ആങ്ങളെ ജയിലിൽ പോവും. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് ജാമ്യം കിട്ടില്ല, പുറത്തു വരികയുമില്ല. അതുകൊണ്ട് കുട്ടികളെ വലിയ രീതിയിൽ അത് സ്വാധീനം ചെലുത്തി ഈ കുട്ടികളെ കൊണ്ട് ഹോസ്റ്റലാക്കിക്കുകയാണ്. അവർക്ക് നിവൃത്തിയില്ല. ഇതിന്റെ വേറെ 498 എന്ന് പറഞ്ഞിട്ടുള്ള കേസ് മെയ് 3, 2024 സുപ്രീം കോടതി ജസ്റ്റിസുമാരായിട്ടുള്ള AB പർദിവാല, അശോക് മിശ്ര 8586 BNS വരുമ്പോൾ പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ ഇതാണ് ഇപ്പൊ 2 month കൂളിംഗ് പീരീഡ്. ലീഗൽ ടെററിസം സ്ത്രീകൾ നടത്തുന്നു എന്ന് വരെ സുപ്രീം കോടതി പറഞ്ഞു. എന്നാൽ ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പം കൂടിയാണ്, അല്ലാതെ സ്ത്രീക്കും പുരുഷനും ശത്രുവായിട്ട് തമ്മിലടിക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. സ്ത്രീയും പുരുഷനും ഒരു കുടുംബത്തിന്റെ ഭാഗമാണ്. ഇനി നമ്മൾ കൗൺസിലിങ്ങിന് പോയാൽ, ഞാനിപ്പോൾ ഇതൊരു പഠനം, ഞാൻ നേഴ്സാണെങ്കിൽ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല വീടുകളിൽ ഞാൻ സ്ത്രീയുടെയും പുരുഷന്റെ വീടുകളിൽ ഞാൻ പോകാറുണ്ട്. ഈ അവസ്ഥ കണ്ടപ്പോൾ കുറേ ആത്മഹത്യകൾ കണ്ടതുകൊണ്ടാണ് ഞാനൊരു സംഘടന ഇട്ടത്, മെൻസ് ഇൻഡിപെൻഡന്റ് അസോസിയേഷൻ. ഞാൻ ആ സംഘടന രജിസ്റ്റർ ചെയ്യാൻ ചെന്നപ്പോൾ എന്നോട് അവിടെ അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് അവിടുത്തെ രജിസ്ട്രാർ അവിടെ ഓഫീസിൽ വെച്ചു, നിങ്ങൾ പുരുഷനാണോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കണ്ടു കഴിഞ്ഞാൽ പുരുഷന്റെ ചായ ഉണ്ടോ? പക്ഷെ ഞാൻ ഐഡന്റിറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചുള്ള ഐഡന്റിറ്റി ആണല്ലോ കാണിക്കുക, വേറെ ഒരു വഴിയില്ലല്ലോ. ഞാൻ എൻ്റെ ഐഡന്റിറ്റിയും എനിക്ക് മക്കളുണ്ട്, ഭർത്താവ് ഉണ്ടെന്നുള്ള ഫോട്ടോയും കാണിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിൽ ഇറങ്ങിയത് എന്തുകൊണ്ടാണ്? അപ്പം ഞാൻ പറഞ്ഞു, പുരുഷന്മാർ ഒന്നാമത് തന്നെ ഇവർ കരയുന്നത് ഉള്ളിലാണ്. അമ്മമാരുടെ അടുത്താണ് എല്ലാ പുരുഷന്മാരും. അദ്ദേഹത്തിന് അമ്മയുണ്ട്, ആ പറയുന്ന ആൾക്ക് അച്ഛനും ഉണ്ട്, മകനും ഉണ്ടാവാം, മകളും ഉണ്ടാവാം, ഭാര്യ ഉണ്ടാവാം. ഇന്ന് പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ പീഡനങ്ങൾ കുറേ കേൾക്കുന്നുണ്ട്. പണ്ട് റേപ്പായിരുന്നു. ഒരു സ്ത്രീ അവളുടെ സമ്മതമില്ലാതെ അവളുടെ ആരോഗ്യം, ഒരു പുരുഷന്റെ അത്ര കായികബലമില്ല, സ്ത്രീക്ക് കായികബലമുണ്ട്. പുരുഷന്റെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ളത് കായികബലം സ്ത്രീയേക്കാൾ കുറച്ച് കൂടുതൽ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വരുന്ന സമയത്ത് ഇത് രണ്ടു കൂട്ടും, സ്ത്രീയും പുരുഷനും മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം കൂടുന്നത്. പിന്നെ സ്ത്രീകളിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ കണക്ക് എന്താ ഉള്ളത്?
498 സ്ത്രീകളെ വെപ്പണായി അനീഷ് കുമാർ ജഡ്ജ്മെന്റ് 2014 പറഞ്ഞ എന്താണ് 4,82,000 498 കേസ് രജിസ്റ്റർ ചെയ്ത് 4,12,000 അക്വിറ്റല്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് നാട്ടിലില്ലാത്തവര്, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവര്, പ്രായപൂർത്തിയാകാത്തവര്, ഇങ്ങനെയുള്ളവർ പേരിലൊക്കെയാണ്. അല്ല, അതിലാണ് ആന്റണി ഒരു കാര്യം പറഞ്ഞത്. അക്വിറ്റൽ എന്ന് പറഞ്ഞാൽ എല്ലാം നിരപരാധികളായതുകൊണ്ടാണെന്നല്ല. പക്ഷെ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവരാണോ? പ്രായപൂർത്തിയാകാത്ത പിള്ളേരെ കൊടുത്തോണ്. നാട്ടിലില്ലാത്ത പ്രത്യേകം പറയുന്നുണ്ട് അനീഷ് കുമാർ ജഡ്ജ്മെന്റ്, നാട്ടിലില്ലാത്ത ആൾക്കാര്, വെട്ടി കിടക്കുന്ന ആൾക്കാർ, ഇവർക്കെതിരെയാണ് കൊടുത്തിരിക്കുന്നത്. പുരുഷന്മാരാണ് അടിപ്പിടി, കുത്ത്, കൊലപാതകം അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടെന്നെ. അപ്പൊ സ്ത്രീകൾ എല്ലാവരുടെയും സ്ഥാനം പിടിച്ചു. കൊലപാതകം ഉണ്ടോ? പുരുഷന്മാരെ റേപ്പ് ചെയ്യുന്നുണ്ട്. പുരുഷന്മാർക്ക് എന്താ അന്തസ്വാഭിമാനം ഇല്ലേ? അവനെ റേപ്പ് ചെയ്യുമ്പം അവൻ ആരോട് പറയാൻ റേപ്പ് ചെയ്ത് എങ്ങോട്ട് പോകും? എവിടേക്ക് പോകും? അതാണ് പ്രശ്നം. പുരുഷനൊന്ന് കേസ് കൊടുക്കാനായിട്ട് ഇവിടെ സംവിധാനങ്ങളില്ലേ, നിയമ സംവിധാനങ്ങളില്ലേ പുരുഷന് കേസ് കൊടുക്കാൻ?